15/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ലോകം ശ്മശാനമാകാൻ പോകുന്നു. അതിനാൽ ഇതിനോട് ഹൃദയം ചേർക്കാതിരിക്കൂ, പരിസ്ഥാനത്തെ ഓർമ്മിക്കൂ. ചോദ്യം: ദരിദ്രരായ കുട്ടികളായ നിങ്ങളെപ്പോലെ ഭാഗ്യശാലി ലോകത്തിൽ മറ്റാരുമില്ല. എന്തുകൊണ്ട്? ഉത്തരം: കാരണം ദരിദ്രരായ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ഡയറക്റ്റായി ആ ബാബയുടേതായിരിക്കുന്നത്. ആ ഒന്നിൽ നിന്നും സദ്ഗതിയുടെ സമ്പത്ത് ലഭിക്കുന്നു. ദരിദ്രരായ കുട്ടികൾ തന്നെയാണ് പഠിക്കുന്നത്. ധനികർ അഥവാ ഒരൽപ്പം പഠിച്ചാൽ തന്നെയും അവർക്ക് ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നത് പ്രയാസമാണ്. നിങ്ങൾക്കാണെങ്കിൽ അന്തിമത്തിൽ ബാബയുടെ അല്ലാതെ മറ്റൊന്നിൻ്റെയും ഓർമ്മ വരില്ല. അതിനാൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യശാലികളാണ്. ഗീതം: ഹൃദയത്തിൻ്റെ ആശ്രയം മുറിഞ്ഞു പോകരുത്. ഓം ശാന്തി. കുട്ടികളെ പ്രതി ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും ഈ ലോകം ഇപ്പോൾ ശ്മശാനമാകാൻ പോകുന്ന ഒന്നാണ്. ആദ്യം ഈ ലോകം ദേവസ്ഥാനം ആയിരുന്നു, ഇപ്പോൾ പഴയതായിരിക്കുന്നു. അതിനാൽ ഇതിനെ ശ്മശാനം എന്ന് പറയുന്നു. എല്ലാവർക്കും ശ്മശാനത്തിൽ പ്രവേശിച്ചവരാകേണ്ടതുണ്ട്. പഴയ വസ്തുക്കളുടെ ശ്മശാന പ്രവേശനം നടക്കുന്നു, അതായത് മണ്ണിനോട് ചേരുന്നു. ഇതും കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്, ലോകം അറിയുന്നില്ല. ശ്മശാനത്തിൽ പ്രവേശിക്കപ്പെട്ടവരാകേണ്ട സമയമാണ് എന്ന് വിദേശത്തുള്ള ചിലർക്കറിയാം. കുട്ടികളായ നിങ്ങൾക്കറിയാം, ദേവസ്ഥാനം സ്ഥാപിക്കുന്ന നമ്മുടെ ബാബ വീണ്ടും വന്നിരിക്കുന്നു. അഥവാ ഈ ശ്മശാനത്തോട് മനസ്സ് ചേർത്തു എങ്കിൽ നഷ്ടമുണ്ടാകും എന്നതും കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു, അതും കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ. ഇത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഓരോ ചുവടിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് തന്നെയാണ് മന്മനാഭവ. ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതിലൂടെ തന്നെയാണ് ദേവലോകവാസി ആകുന്നത്. ഭാരതം പരിസ്ഥാൻ ആയിരുന്നു, മറ്റൊരു ഖണ്ഡവും പരിസ്ഥാൻ ആകുന്നില്ല. ഇതാണ് മായാരാവണന്റെ പുറമോടി. ഇത് അല്പസമയം നടക്കേണ്ടതുണ്ട്. ഇതാണ് അസത്യമായ പുറമോടി. മായയും അസത്യം, ശരീരവും അസത്യമാണല്ലോ. ഇത് അന്തിമത്തിലെ പുറമോടിയാണ്. ഇത് കണ്ടിട്ട് മനസ്സിലാക്കുന്നു, സ്വർഗം ഇപ്പോഴാണ്, മുൻപ് നരകമായിരുന്നു എന്ന്. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് 100 വർഷത്തെ ഷോ ആണ്. ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, എയ്റോപ്ലെയിൻ ആദിയായവ എല്ലാം 100 വർഷത്തിനുള്ളിലാണ് ഉണ്ടായത്. എത്ര ഷോ ആണ്! അതിനാൽ സ്വർഗം ഇപ്പോഴാണ് എന്ന് മനസ്സിലാക്കുന്നു. പഴയ ഡൽഹി എന്തായിരുന്നു? ഇപ്പോൾ ന്യൂ ഡൽഹി എത്ര നന്നായി ഉണ്ടാക്കിയിരിക്കുന്നു. പേര് തന്നെ ന്യൂ ഡൽഹി എന്നാണ് വച്ചിരിക്കുന്നത്. പുതിയ ലോകമാകുന്ന രാമരാജ്യം ഉണ്ടാകണം, ദേവസ്ഥാനം ഉണ്ടാകണം എന്ന് ബാപ്പുജിയും ആഗ്രഹിച്ചിരുന്നു. ഇതാകട്ടെ ടെമ്പററി പോംപാണ്, താൽക്കാലികമായ പുറമോടിയാണ്. എത്ര വലിയ വലിയ കെട്ടിടങ്ങൾ, ഫൗണ്ടൻ ആദിയായവ ഉണ്ടാക്കുന്നു. ഇതിനെ ആർട്ടിഫിഷ്യൽ സ്വർഗം എന്നും പറയുന്നു, അല്പകാലത്തേക്ക് വേണ്ടിയുള്ളത്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ പേര് സ്വർഗം എന്നൊന്നുമല്ല, ഇതിൻ്റെ പേര് നരകം എന്നാണ്. നരകത്തിൻ്റെയും ഒരു ഷോ ഉണ്ട്. ഇതാണ് അല്പകാലത്തെ ഷോ. അതും ഇപ്പോൾ ഇതാ പോയി കഴിഞ്ഞു. ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, ഒന്നാമതായി ശാന്തിധാമത്തെ ഓർമ്മിക്കൂ. എല്ലാ മനുഷ്യരും ശാന്തി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ് ശാന്തി ലഭിക്കുന്നത്? ലോകത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടാകും എന്നത് ഇപ്പോൾ മുഴുവൻ ലോകത്തിൻ്റെയും ചോദ്യമാണ്. മനുഷ്യർക്കറിയില്ല. നമ്മളെല്ലാവരും വാസ്തവത്തിൽ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ആത്മാക്കളായ നമ്മൾ ശാന്തിധാമത്തിൽ ശാന്തമായി ഇരിക്കുന്നു. പിന്നെ ഇവിടെ വരുന്നു പാർട്ട് അഭിനയിക്കുവാൻ. അതും
കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശാന്തിധാമം വഴി സുഖധാമത്തിലേക്ക് പോകുവാനായി. ഓരോരുത്തരുടെയും ബുദ്ധിയിലുണ്ട്, നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ നമ്മുടെ വീടാകുന്ന ശാന്തിധാമത്തിലേക്ക് പോകും. ഇവിടെയാണെങ്കിൽ ശാന്തിയുടെ കാര്യമുണ്ടാവുക സാധ്യമല്ല. ഇത് ദുഃഖധാമം തന്നെയാണ്. സത്യയുഗം പാവന ലോകമാണ്, കലിയുഗം പതീത ലോകമാണ്. ഈ കാര്യങ്ങളുടെ അറിവ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞു. ലോകത്തിലുള്ളവർ ഒന്നും തന്നെ അറിയുന്നില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ വന്നു. പരിധിയില്ലാത്ത ബാബ നമ്മളെ സൃഷ്ടിചക്രത്തിൻ്റെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ധർമ്മസ്ഥാപകർ വന്ന് ധർമ്മം സ്ഥാപിക്കുന്നത്? ഇപ്പോൾ സൃഷ്ടിയിൽ എത്ര അനേകം മനുഷ്യരുണ്ട്. ഭാരതത്തിലും ധാരാളമുണ്ട്. ഭാരതം സ്വർഗമായിരുന്നപ്പോൾ വളരെ സമ്പന്നമായിരുന്നു. മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. കുട്ടികളായ നിങ്ങളെ ദിവസവും റിഫ്രഷ് ചെയ്യുന്നു. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഭക്തിമാർഗത്തിലും ഇത് തുടർന്നു വരുന്നു. പരമാത്മാവിനെ ഓർമ്മിക്കൂ എന്ന് എപ്പോഴും വിരൽ കൊണ്ട് സൂചിപ്പിക്കുന്നു. പരമാത്മാവ് അഥവാ അള്ളാഹു അവിടെയാണ്. എന്നാൽ കേവലം വെറുതെ അങ്ങനെ ഓർമ്മിക്കുന്നതിലൂടെ ഒന്നും നടക്കുന്നില്ല. ഓർമ്മയിലൂടെ എന്ത് നേട്ടമുണ്ടാകും എന്നത് അവർക്കറിയില്ല. ആ ഒന്നുമായി നമുക്ക് എന്ത് ബന്ധമാണുള്ളത്? അറിയുന്നതേയില്ല. ദുഃഖത്തിൻ്റെ സമയത്ത് വിളിക്കുന്നു, ഹേ രാമ. ആത്മാവാണ് ഓർമ്മിക്കുന്നത്. എന്നാൽ സുഖശാന്തി എന്ന് എന്തിനെയാണ് പറയുന്നത് എന്ന് അവർക്കറിയില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നു, നമ്മൾ എല്ലാവരും ഒരു ബാബയുടെ സന്താനമാണ്. പിന്നെ ദുഃഖം എന്തുകൊണ്ടുണ്ടാകണം? പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സദാ സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കേണ്ടതാണ്. ഇതും ചിത്രത്തിൽ ക്ലിയറാണ്. ഭഗവാൻ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നവനാണ്. ഹെവൻലി ഗോഡ് ഫാദറാണ്. ആ ഒന്ന് വരുന്നതും ഭാരതത്തിൽ തന്നെയാണ്. എന്നാൽ ഇത് ആരും മനസ്സിലാക്കുന്നില്ല. ദേവി ദേവത ധർമ്മത്തിൻ്റെ സ്ഥാപന തീർച്ചയായും സംഗമത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. സത്യയുഗത്തിൽ എങ്ങനെ ഉണ്ടാകും? എന്നാൽ ഈ കാര്യങ്ങൾ മറ്റു ധർമ്മത്തിലുള്ളവർ അറിയുന്നില്ല. ഈ ബാബ തന്നെയാണ് നോളജ്ഫുൾ. ആദി സനാതന ദേവി ദേവതാ ധർമ്മം എങ്ങനെ സ്ഥാപിതമായി എന്നത് മനസ്സിലാക്കിച്ചു തരുന്നു. സത്യയുഗത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്ന് പറയുന്നതിലൂടെ വളരെ ദൂരെയാക്കുന്നു. കുട്ടികളായി നിങ്ങൾ ചിത്രങ്ങൾ ഉപയോഗിച്ചും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരുന്നു. ഇവർ എങ്ങനെ എപ്പോൾ ഈ രാജ്യം നേടി ഇതറിയുന്നില്ല. ഇവർ സത്യയുഗത്തിൻ്റെ അധികാരിയായിരുന്നു എന്ന് കേവലം പറയുന്നു. അവരുടെ മുന്നിൽ പോയി ഭിക്ഷ യാചിക്കുന്നു. അപ്പോൾ അല്പകാലത്തേക്ക് വേണ്ടി കുറച്ചൊക്കെ ലഭിക്കുന്നു. ചിലർ ദാനപുണ്യം ചെയ്യുന്നു. അവർക്കും അല്പകാലത്തേക്കായി ഫലം ലഭിക്കുന്നു. ദരിദ്രനായ പഞ്ചായത്തിലെ മുഖ്യനും ധനികനായ മുഖ്യൻ്റെ അത്രയും സന്തോഷമുണ്ടായിരിക്കും. ദരിദ്രരും സ്വയം സുഖമുള്ളവരായി മനസ്സിലാക്കും. ബോംബെയിൽ നോക്കൂ, ദരിദ്രരായവർ എങ്ങനെയെല്ലാമുള്ള സ്ഥാനങ്ങളിലാണ് കഴിയുന്നത്. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു, കോടിപതിയായിരിക്കാം, പക്ഷേ എത്ര ദുഃഖമാണ്. നിങ്ങൾ പറയും, നമ്മളെപ്പോലെ ഭാഗ്യശാലി മറ്റാരുമില്ല. നമ്മൾ ഡയറക്റ്റ് ബാബയുടേതായിരിക്കുന്നു. ആ ഒന്നിലൂടെ സദ്ഗതിയുടെ സമ്പത്ത് ലഭിക്കുന്നു. വലിയ വലിയ വ്യക്തികൾക്ക് ഒരിക്കലും ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ആരാണോ ദരിദ്രം അവർ ധനികരായി മാറുന്നു. പഠിക്കുന്നത് നിങ്ങളാണ്. അവരാണെങ്കിൽ പഠിത്തമില്ലാത്തവരാണ്. ഒരല്പം പഠിച്ചുവെങ്കിൽ തന്നെ ബാബയുടെ ഓർമ്മയിലിരിക്കാൻ സാധിക്കുന്നില്ല. അന്തിമത്തിൽ നിങ്ങൾക്ക് ബാബയല്ലാതെ മറ്റൊന്നും ഓർമ്മയുണ്ടായിരിക്കുവാൻ പാടില്ല. ഇതെല്ലാം ശ്മശാനമാകേണ്ടതുണ്ട് എന്നറിയാം. നമ്മൾ ചെയ്യുന്ന ഈ തൊഴിലും മറ്റുമെല്ലാം അല്പസമയത്തേക്ക് വേണ്ടി ആണ് എന്നത് ബുദ്ധിയിലുണ്ടായിരിക്കണം. ധനികർ ധർമ്മശാലകളും മറ്റും ഉണ്ടാക്കുന്നു. അവർ തൊഴിലിനു വേണ്ടിയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. എവിടെ തീർത്ഥസ്ഥാനങ്ങളുണ്ടോ
അവിടെ ധർമ്മശാലകൾ ഇല്ലെങ്കിൽ എവിടെ കഴിയും? അതിനാൽ ധനികർ ധർമ്മശാലകൾ നിർമ്മിക്കുന്നു. വ്യാപാരികൾ വന്ന് വ്യാപാരം നടത്തട്ടെ എന്നതിനായിട്ടല്ല ധർമ്മശാലകൾ തീർത്ഥസ്ഥാനങ്ങളിലാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സെൻറ്റർ വലുതിലും വലിയ തീർത്ഥസ്ഥാനമാണ്. നിങ്ങളുടെ സെൻറ്റേഴ്സ് എവിടെയെല്ലാം ഉണ്ടോ അത് വലുതിലും വലിയ തീർത്ഥസ്ഥാനമാണ്. അവിടെ മനുഷ്യർക്ക് സുഖവും ശാന്തിയും ലഭിക്കുന്നു. നിങ്ങളുടെ ഈ ഗീതാ പാഠശാല വലുതാണ്. ഇത് സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം പ്രാപ്തി ഉണ്ടാകുന്നു. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് ഇതും ധർമ്മശാലയാണ്, വലുതിലും വലിയ തീർത്ഥസ്ഥാനമാണ്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടുന്നു. ഇതുപോലെ വലുതിലും വലിയ ഒരു തീർത്ഥസ്ഥാനം മറ്റൊന്നില്ല. ആ തീർത്ഥസ്ഥാനങ്ങളിൽ പോകുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊന്നും ലഭിക്കുന്നില്ല. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഭക്തർ വളരെ സ്നേഹത്തോടെ ക്ഷേത്രത്തിലും മറ്റും വന്ന് ചരണാമൃതം സ്വീകരിക്കുന്നു. അതായത് ദൈവപാദം കഴുകിയ ജലം സ്വീകരിക്കുന്നു. ഇതിലൂടെ നമ്മുടെ ഹൃദയം പവിത്രമായി മാറും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അതാകട്ടെ ജലമാണ്. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സമ്പത്ത് ലഭിക്കും. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഖജനാവ് ലഭിക്കുന്നു. സാധാരണയായി ശങ്കറിന്റെ അടുക്കൽ പോകുന്നു. അമരനാഥൻ പാർവതിയെ കഥ കേൾപ്പിച്ചതായി മനസ്സിലാക്കുന്നു. അതിനാൽ സഞ്ചി നിറച്ചു തരൂ എന്ന് പറയുന്നു. നിങ്ങൾ അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കുന്നു. അമരനാഥൻ ഒരാളെയൊന്നും ആയിരിക്കില്ലായിരുന്നു കഥ കേൾപ്പിച്ചിട്ടുണ്ടാവുക. തീർച്ചയായും ധാരാളം പേരുണ്ടാകും. അതും വൃത്തിലോകത്തിൽ തന്നെയായിരിക്കും. സൂക്ഷ്മവതനത്തിലാണെങ്കിൽ കഥ കേൾപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. അനേകം തീർത്ഥസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. സാധു സന്യാസിമാർ, മഹാത്മാക്കൾ തുടങ്ങി അനേകം പേർ പോകുന്നു. അമർനാഥിൽ ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്നു. കുംഭമേളയിൽ ഗംഗാ സ്നാനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പേർ പോകുന്നു. നമ്മൾ പാവനമാകും എന്ന് മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ കുംഭമേള ഇതാണ്. ആ മേളയാകട്ടെ ജന്മജന്മാന്തരങ്ങൾ ചെയ്തു വന്നു. എന്നാൽ ബാബ പറയുന്നു, ഇതിലൂടെ തിരികെ ആർക്കും തൻ്റെ വീട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. കാരണം എപ്പോഴാണോ ആത്മാവ് പവിത്രമാകുന്നത് അപ്പോഴേ പോകാൻ സാധിക്കൂ. എന്നാൽ അപവിത്രമായത് കാരണം സർവരുടെയും ചിറക് മുറിഞ്ഞിരിക്കുകയാണ്. ആത്മാവിന് ചിറക് ലഭിച്ചിരിക്കുന്നു. യോഗത്തിലിരിക്കുന്നതിലൂടെ ആത്മാവ് ഏറ്റവും തീവ്രതയോടെ പറക്കുന്നു. ആരുടെയെങ്കിലും കണക്ക് ലണ്ടനിലോ അമേരിക്കയിലോ ആണെങ്കിൽ ഉടൻ പറന്നു പോകും. അവിടെ സെക്കൻഡിൽ എത്തിച്ചേരുന്നു. എന്നാൽ മുക്തിധാമത്തിലേക്കാണെങ്കിൽ കർമാതീതമാകുമ്പോഴേ പോകുവാൻ സാധിക്കൂ. അതുവരെയും ഇവിടെ തന്നെ ജനന മരണത്തിൽ വരുന്നു. എങ്ങനെയാണോ ഡ്രാമ ടിക് ടിക് എന്ന് ചലിക്കുന്നത്, ക്ലോക്ക് പോലെ ചലിക്കുന്നത്, ആത്മാവും അതുപോലെയാണ്. നിമിഷം കടന്നുപോയി, ആത്മാവ് പോയി. ഇതുപോലെ തീവ്രമായ മറ്റൊരു വസ്തു ഉണ്ടായിരിക്കുന്നില്ല. അനേകം ആത്മാക്കളെല്ലാം മൂലവതനത്തിലേക്ക് പോകാൻ പോകുന്നവയാണ്. ആത്മാവിന് എവിടെയും എത്തിച്ചേരുന്നതിന് താമസമുണ്ടാകുന്നില്ല. മനുഷ്യർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നുണ്ട്, പുതിയ ലോകത്തിൽ തീർച്ചയായും കുറച്ച് ആത്മാക്കളായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ വളരെ സുഖമുള്ളവരായിരിക്കും. അതേ ആത്മാക്കൾ ഇപ്പോൾ 84ന്റെ ജന്മമെടുത്ത് വളരെ ദുഃഖിതരായിരിക്കുന്നു. നിങ്ങൾക്ക് മുഴുവൻ ചക്രത്തെയും മനസ്സിലായി. നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നു. മറ്റൊരു മനുഷ്യൻ്റെയും ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. പ്രജാപിത ബ്രഹ്മ എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങൾ ഇതുപോലെ തന്നെ ബ്രഹ്മകുമാർ കുമാരിയായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികളാണ്. നമ്മളിലൂടെ ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് യോഗ്യരായി മാറുന്നത്
അപ്പോൾ പിന്നെ പഴയ ലോകത്തിൻ്റെ വിനാശമുണ്ടാകും. ത്രിമൂർത്തിയും ഇവിടെ തന്നെയാണ് പാടപ്പെട്ടിട്ടുള്ളത്. ത്രിമൂർത്തിയുടെ ചിത്രവും വയ്ക്കുന്നു. അതിൽ ശിവനെ കാണിക്കുന്നില്ല. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് പറയുന്നു. ആരാണ് ചെയ്യിക്കുന്നത്? ശിവബാബ. വിഷ്ണുവിലൂടെ പാലന. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ യോഗ്യരായിക്കൊണ്ടിരിക്കുകയാണ് ദേവതയാകുന്നതിനു വേണ്ടി. ഇപ്പോൾ നിങ്ങൾ ആ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. കൽപ്പത്തിനു ശേഷം വീണ്ടും അഭിനയിക്കും. നിങ്ങൾ പവിത്രമാകുന്നു. പറയുകയാണ്, ബാബയുടെ ആജ്ഞയാണ്, കാമമാകുന്ന ശത്രുവിനെ ജയിക്കൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ. വളരെ സഹജമാണ്. ഭക്തിമാർഗത്തിൽ കുട്ടികളായ നിങ്ങൾ വളരെയധികം ദുഃഖം കണ്ടു. അല്പം സുഖമുണ്ട്, എങ്കിലും അല്പകാലത്തേക്കാണ്. ഭക്തിയിൽ സാക്ഷാത്കാരമുണ്ടാകുന്നു, അതും അല്പകാലത്തേക്ക്. നിങ്ങളുടെ ആശ പൂർത്തിയാകുന്നു, ഈ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അതും ഞാനാണ് ചെയ്യിക്കുന്നത്. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണോ പാസ്റ്റായത്, സെക്കൻഡ് ബൈ സെക്കൻഡ്, അത് ഡ്രാമയിൽ ഷൂട്ട് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഷൂട്ടായതാണ് എന്നല്ല പറയുന്നത്. ഇതാണെങ്കിൽ അനാദിയായി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. എത്ര ആക്ടേഴ്സ് ഉണ്ടോ എല്ലാവരുടെയും പാർട്ട് അവിനാശിയാണ്. മോക്ഷം ആരും നേടുന്നില്ല. സന്യാസിമാർ പറയുന്നു നമ്മൾ ലയിച്ചു ചേരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ അവിനാശി ആത്മാവാണ്. ആത്മാവ് ബിന്ദുവാണ്. ഇത്രയും ചെറിയ ബിന്ദുവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആരാണോ ആദ്യമാദ്യം പാർട്ട് അഭിനയിക്കാൻ വരുന്നത്, അവർ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. എല്ലാവർക്കും എടുക്കുവാൻ സാധിക്കില്ല. നിങ്ങളിലല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിൽ ഈ നോളജ് ഇല്ല. ജ്ഞാനത്തിൻ്റെ സാഗരം ഒരേ ഒരു ബാബയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നു. സുഖത്തിൻ്റെയും ശാന്തിയുടെയും സമ്പത്ത് നൽകുന്നു. സത്യയുഗത്തിൽ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. ബാബ പറയുന്നു, ആയുഷ്മാൻ ഭവ, ധനവാൻ ഭവ. നിവൃത്തി മാർഗത്തിൽ ഉള്ളവർക്ക്, സന്യാസിമാർക്ക് ഇങ്ങനെയുള്ള ആശീർവാദം നൽകാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സത്യയുഗവും ത്രേതായുമാണ് സുഖധാമം. പിന്നെ ദുഃഖം എങ്ങനെ ഉണ്ടാകുന്നു, ഇതും ആർക്കും അറിയില്ല. ദേവതമാർ വാമമാർഗത്തിലേക്ക് എങ്ങനെ പോകുന്നു, ആ അടയാളങ്ങളുണ്ട്. ജഗന്നാഥപുരിയിൽ ദേവതമാരുടെ ചിത്രങ്ങൾ കിരീടവും മറ്റും അണിഞ്ഞതായി കാണിക്കുന്നു. പിന്നെ മോശമായ ചിത്രങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാലാണ് അവരുടെ മൂർത്തിയും കറുത്തതായി വച്ചിരിക്കുന്നത്. അതിലൂടെ തെളിയുന്നത് ദേവതമാർ വാമമാർഗത്തിൽ പോകുന്നു എന്നും അപ്പോൾ അന്തിമത്തിൽ തീർത്തും കറുത്തു പോകുന്നുവെന്നുമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഭാരതം എത്ര സുന്ദരമായിരുന്നു. പിന്നെ തമോ പ്രധാനം ആവുക തന്നെ വേണം ഡ്രാമ പ്ലാൻ അനുസരിച്ച്. ഇപ്പോൾ സംഗമത്തിൽ നിങ്ങൾക്ക് ഈ നോളജ് ഉണ്ട്. ബാബ നോളജ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഒരാൾ തന്നെ അച്ഛനും ടീച്ചറും ഗുരുവും മൂന്നുമാണ്. ഇത് സദാ ബുദ്ധിയിലുണ്ടായിരിക്കണം. ശിവബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് പരിധിയില്ലാത്ത പഠനമാണ്. അതിലൂടെ നിങ്ങൾ നോളജ്ഫുൾ ആയിക്കഴിഞ്ഞു. നിങ്ങൾ സർവ്വതും അറിയുന്നു. അവർ പറയുന്നു സർവവ്യാപിയാണ്. നിങ്ങൾ പറയുന്നു ആ ഒന്ന് പതീത പാവനാണ്. എത്ര പകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ മാസ്റ്റർ നോളജ്ഫുൾ ആയിരിക്കുന്നു, നമ്പർ വൈസായി. എന്താണോ ബാബയുടെ അടുക്കലുള്ളത് അത് നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ സർവർക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ 21 ജന്മത്തേക്ക് സമ്പത്ത് ലഭിക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം റിഫ്രഷ് ആയിരുന്ന് മറ്റുള്ളവരെയും റിഫ്രഷ് ആക്കുന്നതിനായി ബാബയുടെയും സമ്പത്തിൻ്റെയും ഓർമ്മയിലിരിക്കണം. എല്ലാവർക്കും ഓർമ്മ വരുത്തണം.
ഈ പഴയ ലോകത്തോട്, ഈ ശ്മശാനത്തോട് ഹൃദയം ചേർക്കരുത്. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. സ്വയം തന്നെ ദേവതയാകുന്നതിന് യോഗ്യമാക്കി മാറ്റണം. വരദാനം: ഈശ്വരീയ അതോറിറ്റിയിലൂടെ സങ്കല്പത്തെയും ബുദ്ധിയെയും ഓർഡർ അനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്ന മാസ്റ്റർ സർവശക്തിമാനായി ഭവിക്കട്ടെ. ഏതുപോലെ സ്ഥൂലമായ കൈകാലുകളെ തീർത്തും സഹജമായ രീതിയിൽ എവിടെ ആഗ്രഹിക്കുന്നോ അവിടെ ചലിപ്പിക്കുന്നു അഥവാ കർമ്മത്തിൽ വിനിയോഗിക്കുന്നു, അതേപോലെ സങ്കല്പത്തെയും ബുദ്ധിയെയും എവിടെ യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നോ അവിടെ യോജിപ്പിക്കുവാൻ സാധിക്കണം. ഇതിനെ തന്നെയാണ് ഈശ്വരീയ അതോറിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ വാണിയിൽ വരുന്നത് സഹജമാണ്, അതേപോലെ വാണിക്കും ഉപരി പോകുന്നതും ഇത്രയും തന്നെ സഹജമാകണം. ഈ അഭ്യാസത്തിലൂടെ സാക്ഷാത്കാരമൂർത്തി ആകും. അതിനാൽ ഇപ്പോൾ ഈ അഭ്യാസത്തെ സഹജവും നിരന്തരവുമാക്കൂ. അപ്പോൾ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയും. സ്ലോഗൻ: സ്വസ്ഥിതി ശക്തിശാലി ആണെങ്കിൽ പരിതസ്ഥിതി അതിനു മുന്നിൽ ഒന്നും തന്നെയല്ല. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. താങ്കളുടെ ഏകരസവും അചഞ്ചലവുമായ സ്ഥിതിയുടെ സ്മാരകമാണ് അജൽ ഘർ. ഏതുപോലെ ബാബ് ദാദ ഏകരസമായി ഇരിക്കുന്നുവോ അതേപോലെ കുട്ടികളും ഏകരസം ആയിരിക്കണം. ഒന്നിൻ്റെ മാത്രം രസത്തിൽ ഇരിക്കുമ്പോൾ ഏകരസ അവസ്ഥയിൽ ഇരിക്കും. എന്തുകൊണ്ട് എന്ന വാക്കിൻ്റെ അടയാളമായ ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാത്തിനേക്കാളും വളഞ്ഞതാണ്. എപ്പോഴാണോ എന്തുകൊണ്ട്, എന്ത് എന്ന വാക്കുകൾ മാറിപ്പോകുന്നത്, അപ്പോൾ ഡ്രാമയുടെ ഭാവിയിൽ ഏകരസ സ്ഥിതിയിൽ ഇരിക്കുവാൻ സാധിക്കും. ഓം ശാന്തി. ബാബ് ദാദയുടെ ദിവ്യ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. അവ്യക്ത ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകും. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാബ് ദാദയുടെ മുന്നിൽ ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും സൻകൃത ഒരു ആത്മീയ നക്ഷത്രമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ് ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാന സൂര്യൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മനക്ഷത്രത്തിൽ പതിക്കുന്നു. ജ്ഞാന സൂര്യൻ്റെ സർവ ഗുണങ്ങളുടെയും ഈ കിരണങ്ങൾ പതിക്കുമ്പോൾ ആ ഗുണങ്ങൾ എന്നിൽ ധാരണയാകുന്നു. ഞാനും മാസ്റ്റർ ജ്ഞാന സൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ജ്ഞാനചന്ദ്രൻ്റെ
ശീതളമായ കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ എൻ്റെ സ്വരൂപവും ശീതളമായി മാറുന്നു. ഞാൻ സൂര്യൻ്റെയും ഞാൻ ചന്ദ്രൻ്റെയും ശക്തിയുടെയും ശീതളതയുടെയും ഡബിൾ ഫോഴ്സ് എനിക്ക് ഒരു ദിവ്യവും അലൗകികവുമായ നിറവ് പകർന്നു തരുന്നു. ഞാൻ സംതൃപ്ത ആത്മാവായി സഫലതാ നക്ഷത്രമായി സ്വയം അനുഭവിക്കുന്നു. ബാപ്ദാദയുടെ വരദാനി ദൃഷ്ടിയിലൂടെ വിജയീ രത്നമായി മാറാനുള്ള വരദാനം എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശ്രേഷ്ഠസ്ഥിതിയും ദിവ്യ അനുഭവങ്ങളും പ്രാപ്തമാക്കി മാസ്റ്റർ ജ്ഞാന സൂര്യനായി ഞാൻ വ്യക്തദേഹത്തിൽ വേറിട്ടും ബാബയ്ക്ക് പ്രിയപ്പെട്ടും സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലെ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് പോലെ മാസ്റ്റർ ജ്ഞാനസൂര്യനായ എന്നിൽ നിന്നും ഈശ്വരീയ ശക്തിയുടെയും ശീതളതയുടെയും കിരണങ്ങൾ പ്രസരിക്കുന്നു. ആ കിരണങ്ങൾ അന്യ ആത്മാക്കളുടെ അധമ സംസ്കാരങ്ങളാകുന്ന കീടാണുക്കളെ ഭസ്മമാകട്ടെ. ജ്ഞാനസൂര്യൻ്റെ യഥാർത്ഥ പരിചയവും പ്രാപ്തിയും നേടാനുള്ള ഭാഗ്യം സിദ്ധമാകട്ടെ.